ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന് പറയുന്ന ധ്യാൻ ശ്രീനിവാസന്റെ ഒരു സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. മോഹനൻ കൊട്ടാരത്തിൽ ഇവന് വാർഡിലുള്ള കള്ളവോട്ടാണ്. നിങ്ങളുടെ ഐ ഡി കാർഡ് വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടല്ലോ, പിന്നെ എന്തിനാ ഐ ഡി കാർഡ്? റോങ് ആണല്ലോ. തുടക്കത്തിലേ കല്ല. വോട്ടിങ്ങിനിടെ രണ്ട് പാർട്ടിക്കാർ തമ്മിൽ സംഘർഷം ഉണ്ടാവും. തികച്ചും രാഷ്ട്രീയം, കംപ്ലീറ്റ്ലി പൊളിറ്റിക്സ്. വല്ലതും കണ്ടുന്നോ കേട്ടുന്നോ വിചാരിച്ച് അതിന് പുറകിലോട്ടം വേണ്ട. എന്റെ പേര് അരവിന്ദൻ. ഞാനിവിടെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ജസ്പൽ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം നേരത്തെ ഞാൻ 2 സിനിമയുടെ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന് കുരുക്ക് എന്ന് പറയുന്ന സിനിമ, മറ്റൊന്ന് പാരഡൈസ് എന്ന് പറയുന്ന സിനിമ. അതിന് മുന്നേ ഈ ട്രെയിലർ വന്നിരുന്നു. ഈ ധ്യാൻ ശ്രീനിവാസന്റെ സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ വന്നിരുന്നു. അപ്പം 1-2 പ്രാവശ്യം ഞാൻ ചെയ്യാൻ എടുത്തതാണ്. അപ്പോഴും ഞാൻ പിന്നെയും വിചാരിച്ചു നല്ല വേറെ ഏതെങ്കിലും ട്രെയിലർ ഇറങ്ങുമോ ഇല്ലയോ എന്ന് നോക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അപ്പോഴാണ് കുരുക്കും പാരഡൈസും വന്നത്. അപ്പം ഈ സിനിമയുടെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് പിന്നെ അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് പോലെ സിനിമയിലെ ട്രെയിലർ ഇറക്കുമ്പം നമുക്ക് ആൾക്കാർക്ക് തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ ഒന്ന് കാണാനുള്ള ഒരു തോന്നലുണ്ടാകണം. അപ്പം ആ രീതിയിലായിരിക്കണം ഇതിൻ്റെ ട്രെയിലറൊക്കെ വരേണ്ടത്. അപ്പം അത് എന്തായാലും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം ഈ ട്രെയിലറൊക്കെ കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും. അപ്പം അവർക്ക് എന്താണ് തോന്നിയതെന്നുള്ളത് ഒന്ന് കമൻ്റായിട്ട് ഇടുക. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ജസ്പാൽ ഷൺമുഖനാണ്. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ധ്യാൻ ശ്രീനിവാസൻ, ഗായത്രി അശോകൻ തുടങ്ങിയവരാണ് അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ കമ്മിങ് സൂൺ ആണ്. റിലീസിംഗ് ഡേറ്റ് കൊടുത്തിട്ടില്ല. തിയേറ്ററിൽ വരുമ്പം നിങ്ങളെല്ലാവരും പോയി സിനിമ കാണണം. ഇത് ചിലപ്പോൾ നല്ലൊരു സിനിമയായിരിക്കും, നല്ല കഥയുമായിരിക്കും. പക്ഷേ ട്രെയിലർ കാണുമ്പം നമുക്ക് ആ ഫസ്റ്റ് ഇംപ്രഷൻ അങ്ങ് പോവും. അതുകൊണ്ട് തിയേറ്ററിലേക്ക് ഒരു തള്ളിക്കയറ്റം കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ട്രെയിലർ എല്ലാവരും ഇറക്കുന്നവർ കറക്റ്റായിട്ട് അത് എഡിറ്റ് ചെയ്ത് ആൾക്കാർക്ക് ഒരു ഇംപ്രഷൻ അതായത് ഒന്ന് ഓടിപ്പോയി സിനിമ കാണാൻ തോന്നത്തക്ക രീതിയിൽ ഇടണം. അപ്പോൾ ഇതിൻ്റെ റിലീസിങ് ഡേറ്റിൻ്റെ ഒന്ന് എന്തായാലും അവർ അനൗൺസ് ചെയ്യും. ആ സമയം ഞാൻ വീണ്ടും ഒന്നും കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.